പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന സബ്ജക്റ്റുമായിട്ട് റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രതികാൽ ഈ മീഡിയ ഓർക്കുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന റോസ് ഫാമിലിയെ ഓർക്കുന്നു. മറ്റ് അഡ്മിനായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തന്നെ ഈ മീഡിയയിലൂടെ അനേക ദൈവദാസന്മാർ, സഹോദരിമാർ ദൈവവചനം ലോകത്തോട് വിളിച്ച് അറിയിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നിന്നും ചില വേദഭാഗങ്ങളിലാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ 8-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വളരെ വേഗത്തിലൊന്നും പോകുന്ന ഒരു സബ്ജക്റ്റ് അല്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷ വേദഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആധികാരികമായ അറിവുകളെല്ലാം നമുക്ക് നൽകിത്തരുന്ന ഒരു സുവിശേഷമാണ്. അത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഇത്രമാത്രം ഉയർത്തി കാണിച്ച മറ്റൊരു സുവിശേഷമില്ല. ഒരുപക്ഷേ ഈ സുവിശേഷങ്ങളുടെ എല്ലാം പിന്തുടർച്ചയാണ് ലേഖനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആ ലേഖനങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതെല്ലാം ഈ സുവിശേഷത്തിലുമുണ്ട് എന്നതാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം ഇതിൻ്റെ 1-ാമത്തെ വേദഭാഗമാണ്. നമുക്കറിയാം, 1 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സകലവും അവമുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയതുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ 4-ാമത്തെ വേദഭാഗത്തിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത്. അതായത് ഈ അവനിൽ വെളിച്ചമുണ്ടായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ ഒരു വേദഭാഗത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രാരംഭം. എന്തായിരുന്നു? അവൻ വചനമായിരുന്നു. 1-ാമത്തെ വാക്യത്തിൽ പറയുവാണ് അവൻ വചനമായിരുന്നു. 2-ാമത്തെ വാക്യത്തിൽ പറയുവാണ് അവൻ ദൈവമായിരുന്നു. 3-ാമത്തെ വാക്യത്തിൽ പറയുവാണ് അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവായിരുന്നു. 4-ാമത്തെ വാക്യത്തിൽ പറയുവാണ് അവനിൽ ജീവനുണ്ടായിരുന്നു. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ വെളിച്ചമായിരുന്നു. അപ്പോൾ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെയാണ് നാം ഈ സുവിശേഷത്തിൻ്റെ ഓരോ വേദഭാഗങ്ങളും ചിന്തിച്ചും പഠിച്ചും കടന്നു പോകുന്നത്. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം അതെന്താണ് യോഹന്നാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വചനത്തിൻ്റെ പരിജ്ഞാനമുള്ളവരാണ് നമ്മൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും തന്നെ വചനത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ളവരാണ്. അവന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിൽ ഒരു ജീവൻ തുടിക്കുന്നത് പോലെ അങ്ങനെ ഒരു ജീവൻ അല്ല എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാകും. അതായത് ഒരു അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞു ഉരുവാകുമ്പോൾ ആ അമ്മയുടെ വയറ്റിൽ ഒരു തുടിപ്പുണ്ടാകുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. അതായത് വെള്ളത്തിൽ ഈ കൊതുക് മുട്ടയിട്ട് കഴിയുമ്പോൾ ലാർവകൾ ചലിക്കുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ജീവൻ അല്ല ഇവിടെ യോഹന്നാൻ ഉദ്ദേശിക്കുന്ന ജീവൻ. ഇത് പകർന്നു തരുവാൻ കഴിയുന്ന ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകം ഓർക്കണം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ ദൈവവചനമാകുന്ന പുത്രനിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ ജീവന്റെ ആധാരമെന്ന് പറയുന്നത് പുത്രനാണ്. യോഹന്നാൻ അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ സകലത്തിൻ്റെയും ജീവന്റെ ആധാരം അവനിൽ നിന്നാണ്. അവൻ ജീവന്റെ സ്രോതസ്സും സൃഷ്ടാവുമാണ്.
ആ സൃഷ്ടാവിൽ നിന്നാണ് സകല ജീവനും ഉളവായി വരുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിന്റെയും എഴുത്തുകളുടെയും പ്രത്യേകതയാണ് ജീവനെക്കുറിച്ച് പലയിടത്തും യോഹന്നാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് നിത്യജീവൻ? അവൻ നമുക്ക് നിത്യജീവൻ, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ വന്നിരിക്കുന്നു. അതെന്താ? നമുക്കൊന്നും ജീവനില്ലേ? കർത്താവ് ഒന്ന് ജീവൻ തന്നിട്ട് വേണോ? എന്താണ് ആ ജീവന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ നിത്യജീവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് സുവിശേഷം നമ്മൾ 3-ാം അധ്യായം പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, വെളിച്ചം ലോകത്ത് വന്നിട്ടും മനുഷ്യർ വെളിച്ചത്തെ പകച്ച് ഇരുളിനെ സ്നേഹിച്ചത് തന്നെ ന്യായവിധിയാകും. അപ്പൊ ന്യായവിധിയുടെ കാരണം അറിയാലോ. വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യൻ വെളിച്ചത്തെ പകച്ച് ഇരുളിനെ സ്നേഹിച്ചത് തന്നെ ന്യായവിധിയാകുന്നു. അപ്പോൾ ഈ നിത്യജീവനെ തള്ളിക്കളഞ്ഞിട്ട് ഈ അന്ധകാരത്തിലേക്ക് മനുഷ്യൻ പോകുന്നത് തന്നെ അവന്റെ ന്യായവിധിയാണ്. ന്യായവിധി എന്ന ഒരൊറ്റ വാക്കില് യോഹന്നാന്റെ സുവിശേഷം തരുന്ന എക്സ്പ്ലനേഷൻ വേറെ ഒരു സ്ഥലത്തും എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് വെളിച്ചം ലോകത്തിൽ വന്നിട്ട് കർത്താവായ യേശുക്രിസ്തു വെളിച്ചമാണ്. യോഹന്നാൻ 8:12 പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ ഭൂമിയുടെ മാത്രമല്ല, ഞാൻ ഈ സർവ്വലോകത്തിന്റെയും വെളിച്ചമാകുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് ദുഃഖമില്ലാത്ത, മുറിവിളിയില്ലാത്ത, വിശപ്പും ദാഹവുമില്ലാത്ത ആ കർത്താവിന്റെ സന്നിധിയിൽ അവൻ വിളക്കായിരിക്കുന്നു. സൂര്യചന്ദ്രന്മാരുടെ വെളിച്ചം അവിടെ ആവശ്യമില്ല. നമ്മുടെ കർത്താവ് നിത്യവെളിച്ചമായിട്ട് വലിയ പ്രകാശത്തെ, ഈ സൂര്യനെ ഇത്രയും വലിയ വെളിച്ചത്തെ, വലിയ വെളിച്ചത്തെയും ചെറിയ വെളിച്ചങ്ങളെയും, നക്ഷത്രങ്ങൾ തമ്മിലും പ്രകാശം കൊണ്ട് വ്യത്യാസമുണ്ട്. ആകാശം നമ്മൾ നോക്കുന്ന പോലെ ഇരുണ്ട് കിടക്കുകയല്ല. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ, രാത്രികാലത്ത് നോക്കുമ്പോൾ അത് ഇരുണ്ട് കിടക്കുകയും അവിടെ ഇവിടെയൊക്കെ മിന്നാമിനി പോലെ ചില നക്ഷത്രങ്ങൾ തെളിയുന്നത് കാണുന്നുവെങ്കിൽ അതല്ല നക്ഷത്രത്തിന്റെ, അതല്ല ആകാശമണ്ഡലങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്ന അതല്ല, അത് പ്രകാശപൂരിതമാണ്. അവിടെയൊന്നും ഇരുട്ടില്ലെന്നേ, അത് ആദ്യം മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വെളിച്ചമായവൻ ഇറങ്ങി വന്നിരിക്കുന്ന എവിടെന്നാ? ആകാശമണ്ഡലങ്ങളിലും മുകളിലും, അതിനുമെല്ലാം എത്രയോ മുകളിൽ നിന്നാണ് അവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ നമുക്ക് ജീവൻ നൽകുവാൻ വന്നിരിക്കുന്നു. ഇവിടെ പറയുന്നു ജീവൻ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ് നിത്യജീവൻ, ദൈവത്തിന്റെ ജീവൻ, പുനരുദ്ധാനത്തിന്റെ ജീവൻ. അപ്പൊ കർത്താവ് നിങ്ങൾക്കും എനിക്കും നൽകുവാൻ വന്നിരിക്കുന്ന ജീവൻ എന്ന് പറയുന്ന നിത്യജീവനാണ്, ദൈവത്തിന്റെ ജീവനാണ്, പുനരുദ്ധാനത്തിന്റെ ജീവനാണ്. അപ്പൊ ജീവൻ നമ്മളെല്ലാം വായിക്കുമ്പോൾ അത് എന്ത് ജീവനാണ് എന്ന് ചിന്തിക്കരുത്. നമുക്ക് നിത്യജീവൻ, ദൈവത്തിന്റെ ജീവൻ, പുനരുദ്ധാനത്തിന്റെ ജീവൻ. ലാസറെ ഉയർപ്പിച്ച ആ സമയത്ത് കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ തന്നെ എന്താണ്? പുനരുദ്ധാനമാകുന്നു. അപ്പോൾ ജീവൻ, മരിച്ചവന് പോലും ജീവൻ നൽകുവാൻ കഴിയുന്ന ആ ഒരു പുനരുദ്ധാനത്തിന്റെ ജീവനുമായിട്ടാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അവൻ സകലവും, ഈ ലോകത്തിലെ സകല ജീവനും ആധാരമായി തീർന്നവൻ അവനാണ്. നമുക്ക് എത്ര സിമ്പിളായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് പഠിച്ചു പോകുവാൻ കഴിയുന്നത്. സകലത്തിന്റെയും ആധാരം അവനാണ്. അപ്പോൾ അവൻ ജീവനായി വന്നു. പ്രത്യേകം ഓർക്കണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത് സോയി എന്ന പദമാണ്. ഗ്രീക്ക് പദത്തില് മൂലഭാഷയിൽ സോയി എന്ന പദമാണ്. മനുഷ്യന്റെ ജീവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബയോസ് എന്നാണ്. അപ്പൊ മനുഷ്യന്റെ ജീവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവനും തമ്മിൽ വളരെ വൈരുദ്ധ്യമുണ്ട്. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവന് മറ്റൊരുവന് ജീവൻ കൊടുക്കുവാൻ കഴിയുന്ന ജീവനാണ്. നമുക്ക് മറ്റൊരുവന് ജീവൻ കൊടുക്കുവാൻ കഴിയുന്ന ജീവനല്ല നമ്മളിൽ. അതുകൊണ്ട് പ്രത്യേക വിശുദ്ധ ബൈബിളില് മനുഷ്യന്റെ ജീവനെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവനെയും കുറിച്ച് പറയുമ്പോൾ രണ്ട് മൂലപദങ്ങളാണ്. ഒന്ന് സോയി എന്ന നിത്യജീവൻ, പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന, കർത്താവിൽ വ്യാപരിച്ചത്
പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ജീവനാ. കാരണം അവൻ രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ അവന്റെ ജീവൻ എന്ന് പറയുന്നത് ആരിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ച ജീവനാണ്. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ? വളരെ സിമ്പിളാണ്. കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വളരെ സിമ്പിളാണ്. അത് പിതാവിൽ നിന്നുള്ള ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവൻ എന്താ? ഒരു മനുഷ്യനിൽ നിന്നും ഒരു ജീവത്തുടപ്പാണ് നമ്മളിൽ ഉണ്ടായത്. അപ്പൊ കർത്താവിന് നിത്യജീവൻ നൽകുവാൻ കഴിയും, നമുക്ക് നിത്യജീവൻ നൽകുവാൻ കഴിയില്ല. നമ്മൾ അവിടെ വളരെ കുറവുള്ളവരാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ്, ചേർന്ന് പറയുകയാണ്, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പൊ വെളിച്ചവും ജീവനും തമ്മിലുള്ള ബന്ധത്തെ നാം മനസ്സിലാക്കണം. ഒരുവനിലേക്ക് ജീവൻ വന്നു കഴിയുമ്പോൾ അവൻ വെളിച്ചമുള്ളവനായി തീരുകയാണ്. വിശുദ്ധ ബൈബിളില് നാനാഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ലോകം അന്ധതയാൽ മൂടിക്കിടക്കുകയാണ്. ഈ ലോകം ഇരുട്ടിന്റെ അധികാരത്താൽ മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് വെളിച്ചം ലോകത്തിലേക്ക് വന്ന് ഇരുളോ വെളിച്ചത്തെ പിടിച്ചടക്കിയതുമില്ല. അപ്പൊ അവനെ ഒന്നും തടുക്കുവാൻ ഈ ലോകത്തിന്റെ ഇരുട്ടിന് കഴിഞ്ഞില്ല. അതാണ് സകലത്തെയും ജയിച്ചവൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത്. അവനെ പിടിച്ചടക്കുവാൻ, ആ ജീവനെ പിടിച്ചടക്കുവാൻ, ആ വെളിച്ചത്തെ രണ്ടുമായിട്ടാണ് അവൻ എന്താണ്? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പൊ അവൻ കൊണ്ടുവന്നിരിക്കുന്ന വെളിച്ചം എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ പ്രകാശമേകേണ്ടതിനാണ്. നമ്മൾ ഈ ലോകത്തിന്റെ വെളിച്ചം സൂര്യ വെളിച്ചമോ ഇലക്ട്രിസിറ്റിയുടെ വെളിച്ചമോ ഒന്നുമല്ല. ഒരുവൻ ക്രിസ്തുവിലേക്ക് ആയി കഴിയുമ്പോൾ അവന്റെ ആ വെളിച്ചം എന്താണ്? ആ വെളിച്ചം ഉയരവുമായിട്ടുള്ള ബന്ധമാണ് കാണിക്കുന്നത്. നേരായ വഴിയിലൂടെ നടക്കുവാൻ, നേരായ പാതയിലൂടെ നടക്കുവാൻ നമുക്ക് മാർഗത്തെ കാണിച്ചു തന്നിരിക്കുന്ന വെളിച്ചമാ അത്. പ്രൈസ് ദി ലോർഡ്. ആ നിത്യ വെളിച്ചം നമ്മളിലേക്ക് അവൻ പകർന്നു തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് 4-ാമത്തെ വാക്യം, യോഹന്നാൻ ഈ ലോകത്തിൽ നാം ജനിച്ചപ്പോൾ ശാരീരിക ജീവനുള്ളവരായി തീർന്നു. എന്നാൽ ഒരുവനില് ജീവനും വെളിച്ചവും ആകുന്ന അവന്റെ വീണ്ടും ജനനത്തിലൂടെയാണ്. ആ മനുഷ്യനിൽ വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആത്മാവിനാൽ ജനിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്ന പോലെ നിക്കോദിമോസ് പറഞ്ഞു, ഞാൻ ഇനിയും അമ്മയുടെ വയറ്റിൽ പോയിട്ട് പിറക്കണമോ? നോ, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ നിനക്ക് കഴിയില്ല. അപ്പൊ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ജീവനും വെളിച്ചവും പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അതിന്റെ അവകാശികളായി തീരുന്നുള്ളൂ. ആ വെളിച്ചത്തിലേക്കും ജീവനിലേക്കുമാണ് ഒരുവനെ ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജീവനാണ് എന്നിലും നിങ്ങളിലും ദൈവം പകർന്നു തന്നിരിക്കുന്നത്. ആ ജീവൻ പ്രാപിച്ചവരാണ് ദൈവത്തിന് ആമീൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ജീവൻ എന്നിലും നിന്നിലുമുണ്ട് എന്ന ബോധ്യം വരുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ ആമീൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ആ ജീവൻ ഭൗമിക ജീവനാണ്. എന്നാൽ ക്രിസ്തു വന്നപ്പോൾ നമുക്ക് ആത്മീയ ജീവൻ നൽകി. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ. അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ചെയ്യുന്ന മറുതലിപ്പ്. പാപം എന്നാൽ ദൈവത്തോടുള്ള അനുസരണക്കേട്. ഇത് രണ്ടിനാലും നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നവരായിരുന്നു. അയ്യോ, നമ്മളെല്ലാം ദൈവത്തോട് എത്ര അകന്നവരായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്, എന്താണ്? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ മനുഷ്യന്റെ താഴ്ചയുടെ കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട അവസ്ഥയാണ്.
ഈ ലോകത്തിലെ മനുഷ്യൻ ദൈവത്തിൽ നിന്നും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് 3 നഷ്ടങ്ങളുടെ ഉപമ പറയുകയാണ്. ഒരു മനുഷ്യന് 100 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ 1 നഷ്ടമായി, കാണാതെ പോയി. ആ കാണാതെ പോയതിനെ 99 ആടിനെയും ഉപേക്ഷിക്കുകയാണോ? ആ ആടുകളെ വിട്ട് കാണാതെ പോയതിനെ തിരഞ്ഞു വന്നു. ആ നല്ല ഇടയും കാണാതെ പോയ ആടിനെ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? അതിനെ തോളിൽ വഹിച്ച. അപ്പോൾ അവിടെ 3 ഉപമ പറയുന്നത് ദൈവത്തിൽ നിന്നും നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഒരു മനുഷ്യന്റെ താഴ്ച എന്ന് പറയുന്നത്. മറ്റ് ഉപമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 10 ദ്രഹ്മപ്പണം കൊടുത്തിട്ട് അതിൽ 1 നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയിട്ട് അത് കിട്ടുവോളം അന്വേഷിച്ചു. അപ്പോൾ പിതാവിന്റെ സ്നേഹത്തെയും ഒരുവനെ കിട്ടുവോളമുള്ള അന്വേഷണത്തെയും 2 പുത്രന്മാരോടുള്ള ഉപമയിൽ നമ്മളൊന്ന് ആലോചിച്ചേ. ആ പിതാവ് കാത്തിരിക്കുകയാണ്. അപ്പൊ ഒരു മടങ്ങി വരവിനുള്ള കാത്തിരിപ്പ്. കർത്താവ് പറഞ്ഞ ആ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആ 3 ഉപമ പറഞ്ഞപ്പോൾ, 1 അന്വേഷിക്കുന്ന ഒരു നല്ല ഇടയൻ, 2 എന്താണ്? കിട്ടുവോളം അതിനെ അന്വേഷിച്ച നടക്കുന്ന ഒരു മനുഷ്യനോട് തുല്യം. 3 മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ആ പിതാവിന്റെ മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെ ആ ധൂർത്തപുത്രന്റെയും മൂത്തപുത്രന്റെയും അമ്മയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പക്ഷേ ആ ഇളയ കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ അമ്മ മരിച്ചു പോയിരിക്കുക. അമ്മ മരിച്ച ആ കുഞ്ഞിനെ വളരെ സ്നേഹത്തോടെയാണ് ഈ പിതാവ് വളർത്തിയത്. ആ അമ്മ കൊടുക്കേണ്ട സ്നേഹം കൂടെ ഈ ഇളയ കുഞ്ഞിന് കൊടുത്ത് ആ പിതാവ് അവനെ വളർത്തി. അവന്റെ കൈ വളരുമ്പോഴും കാല് വളരുമ്പോഴും എല്ലാം വളരെ സന്തോഷത്തോടെ ആ പിതാവ് നോക്കിക്കാണുമായിരുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഭാര്യ മരിച്ചുപോയ ഭർത്താവിന്റെ. അതിലും വലിയൊരു ദുഃഖമൊന്നും ഈ ലോകത്തിലില്ല, ആർക്കുമില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ച ഭാര്യയുടെ അല്ല, ഭാര്യ മരിച്ച ഭർത്താവിന്റെയാണ്. ആ മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖം അത് ലോകത്തിലെ ആർക്കും ഇതുവരെയും എഴുതി വയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഭാര്യ മരിച്ച ഭർത്താവിന്റെയാണ്. ഇതാ ഈ പിതാവ് ആ കുഞ്ഞിനെ ഒരു ദുഃഖവും അറിയിക്കാതെ വളർത്തി വന്നു. എന്നാൽ അവൻ വളർന്ന് യുവാവായി കഴിഞ്ഞപ്പോൾ അവൻ പിതാവിനോട് ചോദിക്കുകയാണ്, ഉള്ളതെല്ലാം വീതം വെച്ച് തരണം. ആ പിതാവിന്റെ ഹൃദയത്തെ പറിച്ചുകൊണ്ടാണ് ആ ധൂർത്തുപുത്രൻ കടന്നു പോകുന്നത്. എങ്കിലും അവന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്ന ഒരു പിതാവ്. പ്രൈസ് ദി ലോർഡ്. ആ ഉപമ എത്ര മനോഹരമാണ്. നമ്മുടെ കർത്താവ് നമ്മെ തേടി വന്ന ദൈവം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പൊ മനുഷ്യന്റെ താഴ്ച അല്ലെങ്കിൽ മനുഷ്യന്റെ വീഴ്ച എന്ന് പറയുന്നതിന്റെ 1ാമത്തെ പടി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഒരു കാലത്ത് ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്നും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു നമ്മുടെ ജീവിതം. രണ്ടാമത്തെ ഒരു മനുഷ്യന്റെ വീഴ്ചയുടെ അവസ്ഥ എന്ന് പറയുന്നത് അന്ധകാരമാണ്. മുഴുവൻ അന്ധകാരത്തിൽ മുഴുകിക്കിടക്കുന്ന അവസ്ഥ. യോഹന്നാന്റെ സുവിശേഷം 1:5 പറയുന്നത് പോലെ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയതുമില്ല. എന്താ യോഹന്നാൻ അവിടെ അങ്ങനെ പറയുന്നത്? അപ്പൊ ലോകം ഇരുളാൽ നിറയപ്പെട്ടിരിക്കുകയാണ്, അന്ധകാരത്താൽ നിറയപ്പെട്ടിരിക്കുകയാണ്.
അനാചാരവും അന്ധവിശ്വാസങ്ങളിലും മുഴുകിയിരിക്കുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. നാം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ വെളിച്ചം അവരുടെ ഉള്ളിട്ട് അല്ലാതെ അവർക്ക് ക്രിസ്തു ആരെന്ന് വെളിപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. അനേകർ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ ജീവനും വെളിച്ചവും വരുന്നിട്ടല്ലാതെ ക്രിസ്തു ആര് എന്ന് ലോകത്തിന് വെളിപ്പെടുകയില്ല. അപ്പൊ മനുഷ്യന്റെ താഴ്ചയിൽ അല്ലെങ്കിൽ വീഴ്ചയിൽ തന്നെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ വീഴ്ചയ്ക്ക് കാരണം ഒന്ന്, ദൈവത്തിൽ നിന്നും നഷ്ടപ്പെട്ട അനുഭവം. രണ്ട്, അന്ധകാരത്തിൽ ജീവിക്കുന്ന അനുഭവം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ജീവനും വെളിച്ചവുമാണ് നമ്മുടെ വിഷയം. അപ്പൊ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നമ്മളെ തേടി വന്ന ഒരു നല്ല ഇടയൻ, അത് എങ്ങനെയാണ്? ജീവനും കൊണ്ടുവരികയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അന്ധകാരത്തില് അവൻ വെളിച്ചമായി തീർന്നു. ആർക്കാണ്? ഇവിടെയുള്ള പക്ഷിമൃഗാദികൾക്കല്ല, ഇഴജാതികൾക്കല്ല, മനുഷ്യവർഗത്തിന് വേണ്ടി അവൻ വെളിച്ചമായി തീർന്നു. കാരണം എന്താ? നാം വെളിച്ചത്തിൽ ജീവിക്കേണ്ടതിന്, നാം ഇരുളിനെ പകച്ച വെളിച്ചത്തിൽ ജീവിക്കേണ്ടതിന് അവൻ നമ്മളിൽ വെളിച്ചമായി പ്രകാശിച്ചു. അപ്പൊ മനുഷ്യന്റെ നഷ്ടപ്പെട്ട അവസ്ഥയിലെ രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് അന്ധകാരമാണ്. ഈ ലോകത്തിലെ അനേകര് ഈ ലോകത്തിന്റെ അന്ധകാരം മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ വചനപ്രകാരം ക്രിസ്തുവിന്റെ വെളിച്ചമെന്ത് എന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറി ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് യഥാർത്ഥ വെളിച്ചം നമുക്ക് വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ മനുഷ്യന്റെ വീഴ്ചയുടെ അവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തോട് ശത്രുത്വമാണ്. ദൈവത്തോടുള്ള ശത്രുത്വമാണ് മനുഷ്യന്റെ വീഴ്ചയുടെ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 8-ാമത്തെ വേദഭാഗത്തിൽ നാം വായിക്കുന്ന 8-10 8-ാമത്തെ വേദഭാഗത്തിൽ നാം വായിക്കുകയാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം നമുക്ക് തന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 10-ാമത്തെ വാക്യം പറയുവാണ്, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. അപ്പൊ ഒരു മനുഷ്യന്റെ വീഴ്ചയുടെ മൂന്നാമത്തെ പടി എന്ന് പറയുന്ന ദൈവത്തോടുള്ള ശത്രുത്വമാണ്. പ്രത്യേകം ഓർക്കണം, നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് എത്ര അകന്നവരായിരുന്നു, എത്ര നന്ദി കെട്ടവരായിരുന്നു, എത്ര സുബോധം നഷ്ടപ്പെട്ടവരായിരുന്നു. ധൂർത്തുപുത്രന്റെ പോലെ നമുക്ക് സുബോധം നഷ്ടപ്പെട്ടു. പിതാവിന്റെ ഭവനത്തിൽ നിന്നും ഇറങ്ങിയവരായിരുന്നു. കർത്താവ് വന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ പിതാവിന്റെ ഭവനത്തിലേക്ക് നമ്മെ ക്ഷണിക്കുവാനാണ്. നമ്മുടെ കുറവുകളെ എല്ലാം ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ഏദനിൽ നഷ്ടപ്പെട്ട ജീവൻ തിരികെ തന്നുകൊണ്ട് അവന്റെ ജീവനിലേക്ക് നമ്മെ ചേർത്ത് കൊള്ളുവാനാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ മനുഷ്യന്റെ താഴ്ചയുടെ മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ശത്രുത്വമായിരുന്നു. ഇന്നും അങ്ങനെയല്ലേ? എത്രയോ കോടി ജനങ്ങളാണ് ജീവനുള്ള ദൈവത്തോട് ശത്രുത കാണിക്കുന്നത്. അവരറിയാതെയാണ്, അവര് പോലും അറിയാതെ അവര് ദൈവത്തിന് ശത്രുക്കളായി തീരുകയാണ്. നമ്മൾ കർത്താവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായി തീരരുത്. സുബോധം വന്നിട്ട് ഇനിയും നമ്മൾ കർത്താവിനെ ക്രൂശിക്കുന്നവരായി തീരരുത്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം എന്താണ്? മനുഷ്യന്റെ ആത്മീയ വീഴ്ചയുടെ കാരണങ്ങളാണ്, വീണുകിടക്കുന്ന അവസ്ഥയാണ്, ഈ ലോകത്തിന്റെ താഴോട്ടുള്ള ചവിട്ടുപടികളാണ്. ദൈവത്തിലേക്ക് ഉയരുന്നതല്ല, കർത്താവിന്റെ തലയോളം വളരുന്ന അവസ്ഥയല്ല അത് നമ്മുടെ വീഴ്ചയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഴ്ചയുടെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്
നമ്മുടെ വീഴ്ചയുടെ ഒന്നാമത്തെ കാരണം എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് കർത്താവിനെ അറിയാതെ ജീവിക്കുന്നവരുടെ വീഴ്ചയുടെ കാരണങ്ങൾ, അതിൻ്റെ പടികൾ, ഒന്ന് അവനിൽ നിന്നും എന്താണ് നഷ്ടപ്പെട്ട അവസ്ഥ, രണ്ട് അന്ധകാരത്തിൽ ജീവിക്കുന്ന അവസ്ഥ. എന്താ പത്രോസ് പറയുന്നത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അവന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പൊ അപ്പോസ്തലൻ പറയുന്നത് നമ്മൾ അന്ധകാരത്തിലായിരുന്നു. ഈ ലോകത്തിന്റെ അന്ധകാരം മാറ്റുവാനാണ് നിത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ആ വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ ഈ ലോകത്തിലെ അന്ധകാരത്തിന്, പിശാചിന്റെ ശക്തിക്ക് കഴിഞ്ഞില്ല. അത് ആരെ പ്രതിയായിരുന്നു? എന്നെയും നിങ്ങളെയും പ്രതിയായിരുന്നു. നമ്മെ നേടേണ്ടതിനായിരുന്നു. അപ്പൊ മനുഷ്യന്റെ താഴ്ചയുടെ നാലാമത്തെ പടി എന്ന് പറയുന്നത് അഭക്തിയാണ്. ഈ വചനത്തിൽ നിന്ന് മനുഷ്യന്റെ ആ താഴ്ചയും ആ വീഴ്ചയും നമ്മളൊന്ന് മനസ്സിലാക്കി പോകണം. അപ്പൊ മനുഷ്യന്റെ താഴ്ചയുടെ നാലാമത്തെ പടി എന്ന് പറയുന്ന അഭക്തിയാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എതിർത്തത് അവിശ്വാസത്തെയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ ഈ കാട്ടത്തിയോടെ ഈ കടലിൽ ചാടി പോകുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യും. അതിനെല്ലാം ആധാരമായിരിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അപ്പോൾ അഭക്തി എന്താണ്? അത് ദൈവത്തിൽ നിന്നും അകന്നു കഴിയുന്ന അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. യൂദയുടെ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ഭക്തിയുടെ വേഷം ധരിക്കുവാൻ ഇന്ന് അനേകർക്ക് കഴിയുന്നുണ്ട്. ഇന്ന് അനേകര് ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുകയാണ്. അനേകർ അഭക്തരായി ജീവിക്കുകയാണ്. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ടും ഇന്ന് അനേകര് അജ്ഞരും മൂഢരും അന്ധതയിലും കർത്താവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായും ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ആ അനുഭവം നമുക്കുണ്ടാകരുത്. നാലാമത്തെ വേദഭാഗത്തിലൂടെ നാം വായിക്കുന്നത് അവൻ നമുക്ക് ജീവനും വെളിച്ചവും തരുവാൻ വന്നതാണ്. ജീവൻ മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വെളിച്ചമുണ്ടാകുകയില്ലായിരുന്നു. അപ്പൊ കർത്താവ് വന്നത് ജീവനും വെളിച്ചവുമാണ് നമുക്ക് തന്നത്. അപ്പൊ മനുഷ്യന്റെ താഴ്ചയ്ക്ക് പരിഹാരമെല്ലാം കർത്താവ് വരുത്തുകയാണ് ചെയ്തത്. അപ്പം ഈ ലോകത്ത് നിന്നെ ആരും രക്ഷിപ്പാൻ കഴിയില്ലാത്തിടത്ത് അവൻ വന്ന് നിനക്ക് ജീവൻ തന്ന, ആ ജീവൻ തന്ന് നിന്നെ വെളിച്ചത്തിലേക്ക് വഴി നടത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ആ നിത്യ വെളിച്ചത്തിലേക്ക് വഴി നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യന്റെ താഴ്ചയുടെ അല്ലെങ്കിൽ വീഴ്ചയുടെ നാലാമത്തെ പടി എന്ന് പറയുന്ന അഭക്തിയാണ്. അതുകൊണ്ടാണ് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുതെന്ന് പൗലോസ് പറയുന്നത്. ക്രിസ്തു യേശുവിന്റെ തേജസ്സാർന്ന സുവിശേഷം ശോഭിപ്പാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം പിശാച് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. അപ്പോൾ ലോകത്തിന്റെ അന്ധത പ്രത്യേകം നാം ഓർക്കണം. ദൈവത്തിന്റെ വെളിച്ചത്താൽ ആ അന്ധതയെ മാറ്റി ജീവിക്കുന്നവരാണ് ദൈവ മക്കളെന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മളിൽ വ്യാപരിക്കുന്ന കർത്താവിന്റെ വെളിച്ചം, ജീവൻ, അത് ഈ ലോകത്തിലെ അന്ധതയുടെ ഇരുട്ടിന്റെ അധികാരത്തിന് പിടിച്ചടക്കാൻ കഴിയാത്തതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. ആമേൻ പറഞ്ഞ് നമുക്ക് ആ വാക്ക് ഏറ്റെടുക്കാം. നമ്മുടെ കർത്താവ് നമുക്ക് പൂർണ്ണ അധികാരമാണ് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മനുഷ്യന്റെ താഴ്ചയോടെ നാലാമത്തെ പടി എന്ന് പറയുന്നത് അഭക്തിയാണ്. ആ അഭക്തി നമ്മളിൽ നിന്ന് മാറിപ്പോകേണ്ടത് ആവശ്യമാണ്. അഞ്ചാമത്തെ പടി എന്ന് പറയുന്നത് വേർപെട്ടിരിക്കുക. എങ്ങനെ വേർപെട്ടിരിക്കുക? എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ, ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ദൈവം ആരെന്ന് അറിവില്ലാത്തവർ, ഇസ്രയേൽ പൗരത്വത്തിന് സമ്മതമില്ലാത്തവർ, വാഗ്ദത്തത്തിനും
തിരുവെഴുത്തുകൾക്കും അന്യരും പരദേശികളും എത്രമാത്രം വേർപാടാ! എത്ര മതിലുകളാണ് നമുക്ക് ക്രിസ്തുവിലേക്ക് വരുവാൻ അവൻ നീക്കി തന്നതാ. അപ്പൊ നമ്മുടെ താഴ്ചയിലെല്ലാം എന്താണ്? നമ്മെ തേടി വന്ന ഒരു കർത്താവ്. അപ്പോ നമ്മൾ അവനിൽ നിന്നും വേർപെട്ടിരിക്കുകയായിരുന്നു. സ്പഷ്ടമായി പൗലോസ് പറയുന്നു, ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരാന്നേ. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു ജീവിതത്തെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാ. കാരണം ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ ക്രിസ്തു അവനോടുകൂടെയാ, അവൻ മരിക്കുമ്പോൾ അവൻ ക്രിസ്തുവിനോട് കൂടെയാ. ഒരു വിശ്വാസിക്ക് മരണം ലാഭമാ. പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാ. ഈ ലോകത്ത് മരിക്കുന്നത് ലാഭമാകുന്നത് എന്താ? ഞാൻ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തു എന്നോട് കൂടെയാ. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് കൂടെയാ. ഒരു അവിശ്വാസിക്ക് മരണത്തിൽ ഒരു പ്രത്യാശയുമില്ല. അവന് മരണത്തെക്കുറിച്ച് ഒരു സുബോധമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെയാണ് ഒരു മനുഷ്യന്റെ താഴ്ചയുടെ അഞ്ചാമത്തെ പടി എന്ന് പറയുന്നത് വേർപെട്ടിരിക്കുകയാണ്. ദൈവത്തോട് വളരെ അകന്നിരിക്കുക. ക്രിസ്തുവിനോടും ദൈവത്തോടും ഇസ്രായേൽ പൗരത്വത്തോടും പ്രമാണങ്ങളോടും എല്ലാം അകന്നിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നെല്ലാമാണ് നമുക്ക് ജീവൻ നൽകിയത് അവൻ. ആറാമത്തെ പടി എന്ന് പറയുന്നത് ദൈവ ജീവനിൽ നിന്നുള്ള അകൽച്ചയാണ്. നമ്മളെല്ലാം ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോയവരാണ്. എഫെസ്യ ലേഖനം അതിന്റെ 2:18 നാം ഒരു വേദഭാഗം വായിക്കുന്നത് പോലെ, നാം അവനിൽ നിന്നും അകന്നു പോയവര്. അവ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ ഇനി നിങ്ങൾ അന്യരും പരദേശികളുമല്ല, പിന്നെ ആരാണ്? ദൈവത്തിന്റെ ഭവനക്കാരത്രേ. പ്രതികൾ ഓർക്കണം. പ്രതികൾ ഓർക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യന്റെ വീഴ്ചയുടെ ആറാമത്തെ പടി എന്ന് പറയുന്നത് ദൈവജീവനിൽ നിന്നും അകന്നു ജീവിക്കുന്ന അവസ്ഥ. ഇന്ന് അനേകരുണ്ടെന്നേ, വിശ്വാസ ജീവിതത്തിലും അനേകർ ദൈവത്തിൽ നിന്നും അകന്നു ജീവിക്കുന്ന അനുഭവത്തിലാണ്. മടങ്ങി വരുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി തീർന്നിരിക്കുന്നു. വീണ്ടും കർത്താവിന്റെ വചനത്തെ തള്ളിക്കളഞ്ഞവരായിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രത്യേകം ഓർക്കണം, അവൻ നമുക്ക് ജീവൻ നൽകുവാൻ വന്നിരിക്കുന്നു. എന്താണ് ആ ജീവനെ കുറിച്ച് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തു മർക്കൂസിന്റെ മാളിമുറിയിൽ പറയുന്നത്, ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്നും കുടിക്കാതെ ഇരിക്കുന്നവന്റെ ഉള്ളിൽ ജീവനില്ല. ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്നും കുടിക്കുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, അപ്പൊ അവൻ നമുക്ക് ജീവൻ നൽകുവാൻ വന്നിരിക്കുന്നു. അപ്പൊ ഒരു മനുഷ്യന്റെ താഴ്ചയുടെ അല്ലെങ്കിൽ വീഴ്ചയുടെ ഏഴാമത്തെ പടി എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കാതിരിക്കുന്ന അവസ്ഥയാണ്. ദൈവത്തെ അന്വേഷിക്കാതിരിക്കുന്ന അവസ്ഥ. റോമാലേഖനം അതിന്റെ 21, 22, 23 വേദഭാഗങ്ങൾ എന്താണ്? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി തീർന്നു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തോട് മാറ്റിക്കളഞ്ഞു.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ മനുഷ്യന്റെ താഴ്ചയാണ് ജീവന്റെ കാരണമായി തീർന്നത്. നമ്മുടെ കർത്താവ് ജീവനുമായിട്ട് അവൻ വെളിച്ചവും മനുഷ്യന്റെ വെളിച്ചമായിട്ട് ഇറങ്ങി വന്നു എന്ന് യോഹന്നാൻ പറയുന്നത്. അതിന്റെ കാരണം ഇതാണ്. അതായത് മനുഷ്യന്റെ വീഴ്ച. ഒന്ന്, എന്താണ്? നഷ്ടപ്പെട്ട അവസ്ഥ. രണ്ട്, അന്ധകാരത്തിൽ ജീവിക്കുന്ന അവസ്ഥ. മൂന്ന്, ദൈവത്തിന്റെ കർത്താവിന്റെ ക്രൂശിന് ശത്രുക്കളായി തീരുന്ന അവസ്ഥ. നാല്, ദൈവത്തിന്റെ കർത്താവിനോടുള്ള വിശ്വാസത്തിന്റെ അഭക്തി. അഞ്ച്, കർത്താവിനോട് വേർപെട്ടിരിക്കുന്ന അവസ്ഥ. ആറ്, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥ. ന്യായവിധി എന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യൻ വെളിച്ചത്തെ പകച്ച ഇരുളിനെ സ്നേഹിച്ചത് തന്നെ ന്യായവിധിയാകുന്നു. അവനിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥ. 5, 6, 7 എന്ന് പറയുന്നത് അവനെ അന്വേഷിക്കാതിരിക്കുന്ന അവസ്ഥ. അറിയതല്ലോ. അപ്പൊ ഈ അവസ്ഥകളെല്ലാം നമ്മളിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എവിടെയാണ് നമ്മുടെ വീഴ്ചയെന്ന് നാം മനസ്സിലാക്കണം. ഈ തിരുവചനത്തിലൂടെ 7 പോയിന്റ് നാം മനസ്സിലാക്കിയ കാര്യത്തിൽ ഞാൻ വീണ് കിടക്കുകയാണോ? ഞാൻ ഏത് വിഷയത്തിലാണ് വീണ് കിടക്കുന്നത്? അവിടെയെല്ലാം നമുക്ക് എന്താണ് അവനിലേക്ക് മടങ്ങി വരുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കിങ്ങനെ വായിക്കാം, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യോഹന്നാൻ ജീവൻ എന്ന പദം 36 പ്രാവശ്യമാണ് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജീവൻ എന്ന പദം 36 പ്രാവശ്യം. മറ്റൊരു സുവിശേഷങ്ങളിലും ഇത് പറഞ്ഞിട്ടില്ല. അതുപോലെ വെളിച്ചം എന്നത് 23 പ്രാവശ്യമാണ് കർത്താവിന് വെളിച്ചം എന്ന സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോ പ്രകൃതിയിൽ ജീവന്റെ നിലനിൽപ്പിന് വെളിച്ചം അത്യാവശ്യമാണ്. നമുക്കറിയാം, ഈ പ്രകൃതിയിൽ വെളിച്ചമില്ല എങ്കിൽ നമ്മളെല്ലാം എന്താണ്? വളരെ പാടുപെടേണ്ട വരും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് 12 മണിക്കൂർ ഇരുട്ടും 12 മണിക്കൂർ വെളിച്ചവുമാണ്. എന്നാൽ ചൊവ്വാഗ്രഹത്തിന്റെ ഒന്നും അവസ്ഥ അതല്ല. 26 ദിവസം അവിടെ വെളിച്ചവും 26 ദിവസം അവിടെ ഇരുട്ടുമാ. ഇന്ത്യയുടെ ചന്ദ്രനെല്ലാം അഴച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം വെളിയിലേക്ക് വരുന്നത്. 26 ദിവസം ഇരുട്ടിനാൽ മൂടിക്കിടക്കുകയാണ്. ആ മൂടിക്കിടക്കുമ്പോൾ എന്താണ്? ശൈത്യവും കൂടെയാണെന്ന്. അതുകൊണ്ട് അഴയ്ക്കപ്പെട്ട ചന്ദ്രനൊന്നും ചലനമില്ലാതെ 26 ദിവസം ചലനമില്ലാതെ കിടക്കേണ്ടി വന്നു. കാരണം അതൊന്ന് ചലിക്കുന്നത് സാറ്റലൈറ്റിന്റെ സഹായത്തോടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യമെന്ന് പറയുന്നത്, കർത്താവിന്റെ ജീവൻ എന്ന പദം 36 പ്രാവശ്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. വെളിച്ചം എന്നത് 23 പ്രാവശ്യവും വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതിയിൽ ജീവന്റെ നിലനിൽപ്പിന് വെളിച്ചം അത്യന്താപേക്ഷിതമാണ്. ഇവിടെയുള്ള സകല ജീവനും വെളിച്ചം എന്തുമാത്രം ആവശ്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വെളിച്ചമില്ലാത്ത ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഒരു പുൽക്കൊടിക്ക് പോലും വെളിച്ചമില്ലാത്ത, ഈ ഊർജമില്ലാത്ത ഒരവസ്ഥ ചിന്തിക്കാൻ കഴിയുമോ? അപ്പോൾ ഈ മുക്കുവനായ മനുഷ്യൻ കർത്താവ് അവനിൽ ജീവനുണ്ടായിരുന്നു, അവൻ മനുഷ്യരുടെ വെളിച്ചമെന്നെല്ലാം 1-ാം നൂറ്റാണ്ടിൽ എഴുതണമെങ്കിൽ അതൊക്കെ എങ്ങനെ എഴുതി? ദൈവത്തിൻ്റെയൊക്കെ ജ്ഞാനാത്മാവിനാൽ അവർ നടത്തപ്പെട്ടു. ക്രിസ്തു ആരെന്ന് വ്യക്തമായി അവർക്ക് വെളിപ്പെട്ടു. അവരെല്ലാം അവനാരാണ്. അതുകൊണ്ടാണല്ലോ 4-ാമത്തെ 5-ാമത്തെ വചനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നാം പ്രാരംഭമായി ചിന്തിച്ചതുപോലെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ വചനമായിരുന്നു.
രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ ദൈവമായിരുന്നു. മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവായിരുന്നു. നാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവന് ജീവനുണ്ടായിരുന്നു. അഞ്ചാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവനിൽ വെളിച്ചമുണ്ടായിരുന്നു, അവൻ വെളിച്ചമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് പ്രകൃതിയിൽ ജീവന്റെ നിലനിൽപ്പിന് വെളിച്ചം എത്ര ആവശ്യമാണ് എന്ന് പറഞ്ഞതുപോലെ ജീവൻ പ്രാപിച്ച ഒരു മനുഷ്യനിൽ വെളിച്ചം എത്രമാത്രം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കണം, പ്രകൃതിയിൽ ജീവനും വെളിച്ചവും രണ്ടായി നിൽക്കുന്നുവെങ്കിലും, ഈ പ്രകൃതിയിൽ വെളിച്ചവും ജീവനും രണ്ടായി നിൽക്കുന്നുവെങ്കിലും ഒരാത്മീയ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജീവനും വെളിച്ചവും ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ഒരു പൈതലില് ജീവനും വെളിച്ചവും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. എന്നിലും നിങ്ങളിലും കർത്താവിന്റെ ജീവൻ മാത്രമല്ല അവന്റെ വെളിച്ചവും പ്രകാശിക്കുകയാണ്. അതുകൊണ്ടാണ് നാം കർത്താവായ യേശുക്രിസ്തു തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞത്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ ശരീരം മുഴുവൻ എന്തായിട്ടും ഇരുട്ടായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര അധികം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ലോകത്തിന്റെ ഇരുട്ട് നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ ആ ഇരുട്ടിന്റെ പ്രവൃത്തികൾ എത്ര ശക്തിയോടെയാണ് ഓരോ മനുഷ്യരിലും പ്രവർത്തിക്കുന്നത്. അപ്പൊ ജീവൻ നൽകിയവന് കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ വെളിച്ചവും തന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ആത്മീയ പൈതലില് കർത്താവിന്റെ ജീവനും വെളിച്ചവും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവിക വെളിച്ചം അന്ധകാരവുമായി നിരന്തരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർഗത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. അപ്പൊ കർത്താവിന് ആരോട് പോരാട്ടമുണ്ടായിരുന്നോ ആ പോരാട്ടം ദൈവമക്കൾക്കുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തുവിന് തന്റെ ജീവിതത്തിന്റെ അവസാനമാണ് ക്രൂശ് ലഭിച്ചതെങ്കിൽ ഒരു ക്രിസ്തുവിൽ ജനിച്ച ഒരു പൈതലന് അവന്റെ ക്രൂശ് ആരംഭത്തിൽ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ എന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരനെയും സഹോദരിമാരെയും പകയ്ക്കാത്തവന് എന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാൻ കഴിയില്ല. ക്രിസ്തീയ ജീവിതം വളരെ പ്രയാസമേറിയതാണ്, വളരെ പ്രയാസമേറിയതാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതം നമുക്ക് ജയകരമാക്കുവാൻ സാധിക്കുകയില്ലേ? പൂർണ്ണമായും കഴിയും. എന്താണ്? കർത്താവിന് വിധേയപ്പെട്ടു കൊടുക്കുക. അവന്റെ ബലമുള്ള കഴുത്തിൻ കീഴിൽ നാം ഒന്ന് താഴ്ന്നിരിക്കുക. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്നവനാകയാൽ അവന്റെ ബലമുള്ള കഴുത്തിൻ കീഴിൽ താഴ്ന്നിരിപ്പിൻ. യാക്കോബ് പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവിൻ, എന്നാൽ പിശാച് നിങ്ങൾ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ഈ ലോകത്തിന്റെ ഇരുട്ട് നമ്മളെ വിട്ട് ഓടിപ്പോകണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്നാൽ മതി, ദൈവരാജ്യം അന്വേഷിച്ചാൽ മതി, ദൈവത്തിന്റെ നീതി അന്വേഷിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. എല്ലാ വിഷയത്തിനും പോക്കുവഴി തിരുവചനത്തിലുണ്ടെന്നേ. എല്ലാ വിഷയത്തിനുമുള്ള പോക്കുവഴി ഈ വിശുദ്ധ ബൈബിളിലുണ്ട്. നാം ചുമക്കുന്ന, നാം വായിക്കുന്ന, നാം ധ്യാനിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളില് സകല വിഷയത്തിനുമുള്ള മറുപടി ഉണ്ട്. അപ്പോൾ പ്രത്യേക ഓർക്കണം, ദൈവിക വെളിച്ചം അന്ധകാരവുമായി നിരന്തരം മത്സരിക്കുന്നത് പോലെ ദൈവമക്കൾക്കും ഈ ലോകത്തിലെ അന്ധകാരത്തോട് മത്സരമുണ്ട്. എന്നാൽ ഇരുൾ ഒരിക്കലും വെളിച്ചത്തെ കീഴ്പ്പെടുത്തുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇരുള് ഈ വെളിച്ചത്തെ, കർത്താവിന്റെ വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയാത്തതുപോലെ നമ്മളെയും പിടിച്ചടക്കുവാൻ ഈ ലോകത്തിന്റെ ഇരുളിന്, അന്ധകാരത്തിന് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം അധികാരത്തോടെയാണ് ദൈവം നമുക്ക് ജീവനും അവന്റെ വെളിച്ചവും തന്ന് ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തുവിനെ മനുഷ്യന്റെ ജീവനായും വെളിച്ചമായും പറഞ്ഞിരിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ജീവനും വെളിച്ചവും യേശുക്രിസ്തുവാണ്.
ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവിൽ കൂടെ വന്ന സത്യവെളിച്ചം എല്ലാ മനുഷ്യനെയും പ്രകാശിപ്പിച്ചു ഉത്തരവാദിത്വമുള്ളവനാക്കി മാറ്റുകയാണ്. അപ്പൊ കർത്താവിന്റെ വെളിച്ചം എന്തിനാണ്? കർത്താവിന്റെ ജീവനും വെളിച്ചവും എന്തിനാണ് ഒരുവനിലേക്ക് പകർന്നേക്കണത്? അവനെ മനുഷ്യനെ പ്രകാശിപ്പിച്ച് ഉത്തരവാദിത്വമുള്ളവനാക്കി തീർക്കുവാനാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉത്തരവാദിത്വമുണ്ടെന്നേ. നമുക്ക് വലിയ ഉത്തരവാദിത്വ ദൈവം തന്നിരിക്കുന്നത്. നമ്മളൊക്കെ ദൈവരാജ്യത്തിന്റെ അംബാസഡർമാരാണ്. നമ്മൾ ആ ബോധ്യം നമുക്കുണ്ടാകണം. സ്നാപക യോഹന്നാന്റെ ശുശ്രൂഷയെല്ലാം നമ്മൾ താഴോട്ട് പഠിച്ചു കഴിയുമ്പോൾ കാണാം. യോഹന്നാൻ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ മറ്റൊരുവനും പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവനാ. എൻ്റെ പിന്നാലെയാണ് അവൻ വരുന്നതെങ്കിലും അവൻ ആരാ? അവൻ നിത്യതയിലുള്ളവനാ. അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ ലോകത്തിൽ നമുക്ക് വെളിച്ചം തന്നിരിക്കുന്നത് ഈ ലോകത്തിന്റെ ഇരുട്ടിനെ ജയിക്കുവാനാണ്. ഈ വചനത്തിലൂടെ നാം അത് മനസ്സിലാക്കുകയും നാം അതിൽ ബോധമുള്ളവരായി തീരുകയും വേണം. എന്തിനാണ് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നത്? ആ വെളിച്ചത്തിലൂടെയാണ് നാം നടക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാകണം. വീണ്ടും പറയുന്നു, ആത്മീയ വെളിച്ചം മാത്രമല്ല, ഇവിടെ നമ്മൾ കർത്താവിന്റെ ആ ജീവന്റെ വെളിച്ചം കൂടെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്വം കൂടുതലാണ്. കാരണം നീ വെളിച്ചം ലഭിച്ചവനാ, നീ ജ്ഞാനം ലഭിച്ചവനാ. ബുദ്ധമതത്തിൽ പറയുന്നത് പോലെ നീ എന്താണ്? ബോധം വന്നവനാണ്. ബോധം വന്നവനെയാണ് ബുദ്ധൻ എന്ന് വിളിക്കുന്നത്. ഒന്നും കൂടെ കടത്തി ചിന്തിച്ച സുബോധം വന്നവനെയാണ് ബുദ്ധൻ എന്ന് വിളിക്കുന്നത്. ജയിച്ചവനെയാണ് ജൈനൻ എന്ന് വിളിക്കുന്നത് ജൈനമതത്തിൽ. അപ്പൊ ഇതെല്ലാമാണ് നമുക്ക് ഈ ലോകത്തെ തിരിച്ചറിയുവാൻ, വിവേചിക്കുവാൻ ദൈവം നമുക്ക് ദൈവത്തിന്റെ ജീവനും വെളിച്ചവും തന്നിരിക്കുകയാണ്. അപ്പൊ ഈ ലോകത്തെ ജയിക്കുവാൻ നമുക്ക് ക്രിസ്തുവിന്റെ ജീവനും വെളിച്ചവും ആവശ്യമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാക്കണം. വീണ്ടും നമ്മൾ താഴോട്ട് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ പാപത്തിൽ വീണിരിക്കുന്ന അവസ്ഥയിൽ വെളിച്ചത്തെ പ്രാപിക്കുവാൻ കഴിയുകയില്ല. അപ്പൊ പാപത്തിൽ ജീവിക്കുന്ന ഒരുവന് വെളിച്ചത്തെ പ്രാപിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ മനുഷ്യന്റെ രക്ഷയ്ക്കായി വെളിപ്പെട്ട യേശുക്രിസ്തുവിൽ അത്ഭുതകരമായ ദൈവകൃപ മാത്രമേ ഇരുളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഈ ലോകത്തിൽ ഇരുളിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്തിനാണ്? അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അവന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അപ്പൊ എന്തിനാ നമ്മളെ പ്രകാശത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത്? അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. നമ്മുടെ കർത്താവിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ലോകത്തെ വിളിച്ചറിയിക്കണം. നമുക്ക് ഒത്തിരി ഉത്തരവാദിത്തമാണ്. വചനം പഠിക്കുക മാത്രമല്ല, പഠിക്കുന്ന വചനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തം വലുതാണ്. ഇപ്പൊ ഈ മീഡിയ എല്ലാം ഓർത്ത് ഞാൻ വളരെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ റോസ്ലി ഫാമിലിയും അതിന്റെ അഡ്മിന്മാരും ലോകത്തോട് ദൈവവചനം വിളിച്ചറിയിക്കുവാൻ ഈ മീഡിയ അവര് ആരംഭിച്ച അതിന്റെ പ്രവർത്തനം കർത്താവിൽ ആശ്രയിച്ച് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒത്തിരി ദൈവദാസന്മാരും സഹോദരിമാരും എല്ലാം വന്ന് ദൈവവചനങ്ങൾ ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമീൻ ആമീൻ. എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. ഞാനും ഈ മീഡിയയുടെ ഒരു ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ഞാനും വളരെ അഭിമാനിക്കുകയാണ്. പൗലോസ് പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും സുവിശേഷത്തിന്റെ ഒരു പങ്കാളിയാകണമെന്നേ എനിക്കുള്ളൂ. അതായിരിക്കണം നമ്മുടെ മനോഭാവം. നമുക്ക് ഈ ലോകത്തിൽ അല്ലെന്നേ പ്രതിഫലം. നമുക്ക് പ്രതിഫലം വെച്ചേക്കണത് ഈ ലോകത്തിലല്ല.
നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലമുണ്ട്. നിങ്ങൾ ഇവിടെ അഴിക്കുന്നതെല്ലാം അവിടെ എന്താണ്? അവിടെ നമുക്ക് പ്രതിഫലത്തോടുകൂടി 10 മടങ്ങായിട്ട് ഇവിടെ അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും ഉപേക്ഷിച്ചാൽ അതിൻ്റെ 100 മടങ്ങ് മടങ്ങിത്തരാമെന്ന് അരുളി ചെയ്തവൻ, വാക്തത്വത്തിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ കർത്താവ് നമ്മളൊന്നും ലജ്ജിപ്പാൻ അവനിടയാക്കുകയില്ല. അപ്പോൾ പ്രത്യേകം ഓർക്കണം, നമ്മളെ പാപത്തിന്റെ പ്രവേശനത്തോടെ മനുഷ്യന്റെ ഹൃദയം അന്ധമനസ്സിൽ ആണ്ടുപോയി. പാപം മനുഷ്യരിലേക്ക് കടന്നപ്പോൾ മനുഷ്യര് അന്ധകാരത്തിലേക്ക് വീണുപോയി. പിന്നെ അവരൊന്നും പ്രകാശത്തിലേക്കല്ല നടന്നതാണ്. പ്രത്യേകം ഓർക്കണം, ഏതാണ്ട് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ 7 യുഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. 7 യുഗങ്ങളെക്കുറിച്ച്. ഒന്ന് നിഷ്പാപയുഗം. 7 യുഗങ്ങളിൽ ഏറ്റവും നല്ല യുഗമാണ് നിഷ്പാപയുഗം. നിഷ്പാപയുഗം എന്ന് പറയുന്നത് മനുഷ്യൻ പാപം ചെയ്യാതെ ദൈവത്തോട് കൂടെ വസിച്ച കാലമാണ് നിഷ്പാപയുഗം. അത് എത്ര സംവത്സരമെന്നൊന്നും നമുക്കറിയില്ല, എങ്കിലും ആ യുഗമാണ് ഏറ്റവും നല്ല യുഗം. അതിനുശേഷം പാപം ചെയ്ത് അവനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയപ്പോൾ അവന്റെ എന്താണ് മാനുഷിക യുഗം. മനുഷ്യൻ ബോധിച്ചതുപോലെ നടന്നു നോഹിയുടെ കാലം വരെ. വീണ്ടും നടന്നു മനസാക്ഷിയുടെ യുഗം, അബ്രഹാമിന്റെ കാലം വരെ. അബ്രഹാമിൽ നിന്നും മോശ വരെയും വാഗ്ദത്ത യുഗം. അബ്രഹാം മുതൽ മോശ വരെയും വാഗ്ദത്ത യുഗം. മോശ മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം വരെയും എന്താണ്? ന്യായപ്രമാണ യുഗമാണ്. കർത്താവിന്റെ ക്രൂശ് മരണമെല്ലാം നടന്നത് ന്യായപ്രമാണ യുഗത്തിലാണ്. എന്നാൽ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവാം ദൈവത്തില് കൃപായുഗത്തെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എന്ന കൃപായുഗത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ കൃപായുഗവും ഇവിടെ നിന്ന് മാറ്റപ്പെടേണ്ടത് ആവശ്യമാണ്. അതിക്കഴിഞ്ഞ പിന്നെ ഒരു സഹസ്രാബ്ദ യുഗം വരുവാനുണ്ട്. അതിൻ്റെ ഇടയിൽ യുഗമല്ല എങ്കിലും ഒരു കാലഘട്ടമുണ്ട്, അന്ത്യക്രിസ്തുവിന്റെ കാലം. അപ്പൊ ഈ കാലങ്ങളെയും കൂടെ ഒന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് വെറുതെ ഒന്നും വായിച്ച് ഓടിപ്പോകാവുന്ന ഒരു സുവിശേഷമല്ല. പലരും ഈ സുവിശേഷമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവരെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല, ആരെയും പഴിക്കുവാൻ ഞാനില്ല. നമുക്ക് കിട്ടിയ പ്രകാശം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ വചന വെളിപ്പാട് മറ്റുള്ളവർക്ക് എളിമയോടും താഴ്മയോടും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്കും പ്രയോജനകരമായി തീരുന്നത്. അല്ലാണ്ട് ഞാനെന്ന ഭാവം കൊണ്ട് എല്ലാം എൻ്റെ തലയിലാണ്, എല്ലാം ഞാൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അവൻ അല്പം തന്നുവെങ്കിൽ ആ അല്പം അവനിൽ ആശ്രയിച്ചുകൊണ്ട് പകർന്നു കൊടുക്കുവാൻ, അതാണല്ലോ ദൈവഹിതമെന്ന് പറയുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതാണ്. പ്രത്യേകം ഓർക്കണം, പാപത്തിന്റെ പ്രവേശനത്തോടെ മനുഷ്യഹൃദയം അന്ധമനസ്സിൽ ആയിത്തീർന്നു, അന്ധതയിലായിത്തീർന്നു. ലോകം അന്ധകാരത്തിലായി എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞതുമില്ല എന്നാണ്. ലോകത്തിലെ അന്ധകാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സത്യദൈവത്തെ അറിയാത്ത അവസ്ഥയാണ് അന്ധകാരം എന്ന് പറയുന്നത്. അപ്പോൾ അറിയുവാൻ മനസ്സ് വെച്ചതുമില്ല. എന്നാൽ ഈ ദൈവത്തെ ഇന്ന് ലോകം മുഴുവൻ ഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ദൈവത്തെ അറിയുവാൻ കോടാനുകോടി മനുഷ്യരും മനസ്സ് വയ്ക്കുന്നില്ല. അവരിന്നും അന്ധതയിലാണ്. സർപ്പങ്ങളെ ആരാധിച്ചു, വിഗ്രഹങ്ങളുടെ മുന്നിൽ ആരാധിച്ചും വീണ് നമസ്കരിച്ചും ദൈവത്തോട്, ജീവനുള്ള ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയിച്ചു പോകുന്ന മനുഷ്യൻ നാൽക്കാലി, ഇഴജാലി, പർവ്വജാതികളോട് സാദൃശ്യമാക്കി കളയും അവരുടെ അന്ധമനസ്സ്. അപ്പോൾ ആ അന്ധമനസ്സ് മാറേണ്ടതിനാണ് നമുക്ക് കർത്താവ് ജീവനായി വെളിപ്പെട്ടത്. ആ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഈ അന്ധ മനസ്സിന്റെ നടുവിലേക്കാണ് ഇരുട്ടിൽ ഉദിക്കുന്ന വെളിച്ചമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്നത്. മനസ്സിലായല്ലോ? ഈ അന്ധത നിറഞ്ഞിരിക്കുന്ന ലോകത്ത് മനുഷ്യരെല്ലാം അന്ധതയിലാണ്. പാപത്തിന്റെ അവസ്ഥയിൽ ആരും രക്ഷിപ്പാൻ കഴിയാതെ, ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞതാണ് പൗലോസിന്റെ ഏറ്റവും വലിയ വിഷയമായത്.
യഹൂദന്മാർക്ക് ഏറ്റവും വലിയ പൗലോസിനോടുള്ള വെറുപ്പ് എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന് ഒരു ജഡത്തെയും നീതീകരിക്കാൻ കഴിയുന്നില്ല. പാപത്തെ നീതീകരിക്കാൻ അതിന് കഴിയുന്നില്ല. ആ പാപത്തെ ആ ന്യായപ്രമാണം കൊണ്ട് മനുഷ്യന് നീതീകരണം ലഭിക്കാത്തത് കൊണ്ട്, ആ ഇരുട്ടിൽ തപ്പുന്നത് കൊണ്ട് യോഹന്നാൻ പറയുകയാണ്, അവൻ വെളിച്ചമായിട്ട്, ജീവനായിട്ട്, മനുഷ്യരുടെ വെളിച്ചമായിട്ട് ഇറങ്ങി വന്നു. ആ വെളിച്ചമായിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിന്റെ പിശാചാകുന്ന അന്ധകാരവും മനുഷ്യരിൽ വ്യാപരിക്കുന്ന പാപപ്രവൃത്തിയും അതിനെ പിടിച്ചടക്കിയില്ല. മനസ്സിലായല്ലോ? വളരെ ലളിതമായത്, അവരൊറ്റ വാക്യത്തിൽ നിന്നുകൊണ്ട് വളരെ ലളിതമായത്. അതിനെ പിടിച്ചടക്കിയില്ല, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. നമ്മുടെ കർത്താവ് അവന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തെ മനസ്സിലാക്കുവാൻ ഇരുളിന് സാധിച്ചില്ല. ക്രിസ്തുവിന്റെ ആളത്വത്തെ മനസ്സിലാക്കുവാനോ അവന്റെ ആഗമന ലക്ഷ്യത്തെ ഗ്രഹിക്കുവാനോ ഈ ലോകത്തിന് സാധിച്ചില്ല എന്ന അതിന്റെ അർത്ഥം. അപ്പൊ അവന്റെ ഈ ആഗമനത്തെ ഈ പിശാചിനെ തകർത്ത് കളയുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ക്രിസ്തീയ കുടുംബത്തെ തകർത്ത് കളയുവാൻ പിശാച് പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ല. കാരണം എന്താ? നമ്മുടെ കർത്താവ് നമുക്ക് കോട്ടമതിലായി തീർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അന്ധകാരത്തിലേക്ക് മനുഷ്യൻ വീണ് കഴിഞ്ഞപ്പോൾ എത്ര കുടുംബത്തെയാണ് പിശാച് തകർത്തത്? ആദാമിന്റെ ഭവനത്തെ അവൻ തകർത്ത് കളഞ്ഞു. നോഹയുടെ ഭവനത്തെ അവൻ തകർത്ത് കളഞ്ഞു. അബ്രഹാമിന്റെ ഭവനത്തിലും അവൻ ദൃഷ്ടി വെച്ച് തകർത്തു. യോബിന്റെ ഭവനത്തെ അവൻ തകർത്ത് കളഞ്ഞു. ദാവീദിന്റെ ഭവനത്തെ അവൻ തകർത്ത് കളഞ്ഞു. ഇരുട്ട് വ്യാപരിക്കുന്നത് കൊണ്ട് ആ ഇരുട്ടിനെയെല്ലാം ജയിക്കുവാൻ അവരേറെ പണിപ്പെടേണ്ട വന്നു. എന്നാൽ ഈ കൃപായുഗത്തിൽ നമുക്ക് വെളിപ്പെട്ട യോഹന്നാൻ പറയുകയാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതുകൊണ്ട് നമ്മളെ ഒന്നും പിശാച് അങ്ങനെയിട്ട് കൊട്ടാനോ മറിക്കുവാനോ അടിക്കുവാനോ ഒന്നും ദൈവം വിട്ടുകൊടുക്കുന്നില്ല. വിട്ടുകൊടുക്കണമെങ്കിൽ അവൻ്റെ പെർമിഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ മനുഷ്യപുത്രന്മാരോടൊത്ത പിശാചും അവിടെ ചെന്നപ്പോൾ അവൻ പറയുന്നത്, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. യോബിന്റെ പുസ്തകത്തിൽ. അപ്പോൾ യോബിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിന് മുമ്പാണ്. അവിടെ പോലും ദൈവമക്കളെ പ്രത്യേകം ഓർക്കണം. ഈ വചനമൊന്നും ഇല്ലാതിരുന്നപ്പോഴാണ് യോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞത്. ന്യായപ്രമാണവും ഇല്ല, പുതിയ നിയമവും ഇല്ല, പഴയ നിയമവും ഇല്ല. ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു യോബ്. ആ യോബിനെ കുറിച്ച് സാത്താനോട്, ഈ ലോകത്തിന്റെ ഇരുട്ടിനോട് ദൈവം പറയുകയാണ്, എൻ്റെ ഭക്തനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു പോ. അവനെ പോലെ ദോഷം വിട്ടകലുന്നവനും നേരുള്ളവനും ആരുമില്ല. അപ്പൊ വചനമല്ലട്ടോ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിലുള്ള വിശ്വാസമാണ് ആധാരം. വചനമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വചനത്തെക്കാൾ മുമ്പ് വചനമില്ലാതെ ദൈവസന്നിധിയിൽ ഭക്തിയോട് ജീവിച്ച മനുഷ്യനെയാണ് കർത്താവ് സാക്ഷ്യം കൊടുത്തത്. ഓക്കെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അപ്പോൾ എന്ന് നമ്മൾ ചിന്തിച്ചത്, അവന് ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. 4-ാമത്തെ വേദവാക്ക്. ഓക്കെ, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് അനുഗ്രഹീതമായ നല്ല വൈകിയ വേളയ്ക്ക് ആയുസ്സോത്ത് കർത്താവെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ വേദഭാഗത്തിലൂടെ ഞങ്ങൾക്ക് എന്ന് ചിന്തിപ്പാൻ പഠിക്കുവാനെല്ലാം കർത്താവ് ഒരുക്കിയ നല്ല മുഖാന്തരങ്ങൾക്ക് നന്ദി. കർത്താവെ, ഈ വചനം അനേകർക്ക് കർത്താവിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ മുഖാന്തരമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവെ ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ വചനം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കർത്താവെ അതൊരു മുഖാന്തരമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീഡിയയ്ക്കായി സ്തോത്രം. പ്രത്യേകാൽ റോസ്ലി സിസ്റ്ററെ ഓർക്കുന്നു, ഇതിൻ്റെ അഡ്മിന്മാരെല്ലാം ഓർക്കുന്നു. അവരെല്ലാം ദൈവം ധാരാളമായിട്ട് മാനിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനകളെല്ലാം സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ നൽകി തന്ന ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, താങ്ക് യു.